അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ വണ്ടികളൊക്കെ കഴുകലാണ്. വീട്ടിലെ വണ്ടികളൊക്കെ ഒന്ന് കഴുകാൻ വിചാരിച്ചു. ഇതിപ്പോൾ 2 ആഴ്ചയായിട്ടേ ഉള്ളൂ. എന്നാലും മഴയൊക്കെ പെയ്തിട്ട് നല്ല ചളിയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം പൊടി പിടിച്ചിട്ടുണ്ട്, കഴുകാനൊക്കെ ആയിട്ടുണ്ട്. ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ കാണാം, അത്യാവശ്യം ചളിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം കാറ് നോക്കുകയാണെങ്കിൽ കാറ് കഴിഞ്ഞ് പെരുന്നാൾക്ക് കഴുകാൻ വെച്ചതാണ്, അന്ന് കഴുകാൻ പറ്റിയിട്ടില്ല. അതിന് ശേഷം ഇന്ന് ഇപ്പം വിഷുവിൻ്റെ ലീവ് ആയതുകൊണ്ട് ഇന്ന് കഴുകാൻ വേണ്ടി പറ്റി. റൂഫും ഗ്ലാസ്സടക്കം എല്ലാം നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട്. കവർ ചെയ്ത് വെക്കാറുണ്ട്, പക്ഷേ കവർ ചെയ്ത് വെക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഉപയോഗിച്ചിട്ട് കുറച്ച് ചളിയായതുകൊണ്ട് പിന്നെ കവർ ചെയ്ത് വെക്കാതിരുന്നത്. അപ്പോൾ ഇന്നാ സമയം കിട്ടുന്നത് ഇതിപ്പോൾ ഒന്ന് കഴുകിയിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ പെർഫോമർ ഇതാണ്, നമ്മുടെ മെഷീൻ ഇതാണ്. നല്ല അടിപൊളി മെക്കാനിക്കിൻ്റെ പ്രഷർ വാഷറാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടും. 4000-4500 അങ്ങനെ ഉള്ളൂ. അപ്പോൾ റോത്താണ് കേട്ടോ. 6 മാസമായിട്ട് ഉപയോഗിക്കുന്ന 1 ഇയർ വാറൻ്റി ഉള്ള പ്രൊഡക്റ്റാണ്. നല്ല രസമുള്ളൊരു പ്രൊഡക്റ്റാണ്, കാണാനും നല്ല രസമുണ്ട്. നമുക്ക് അത് ഒതുക്കത്തിൽ എവിടെയെങ്കിലും വെക്കാനും പറ്റും. ഓക്കെ, അധികം കാനവുമില്ല, നല്ല മെറ്റീരിയലാണ്. ബോഡിയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വയർ, ഇതിൻ്റെ പൈപ്പ്, നമ്മുടെ തോക്ക് കണക്ട് ചെയ്യുന്ന പൈപ്പ്, ടാപ്പ് കണക്ട് ചെയ്യുന്നത് അവിടെയാണ്. സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ലോക്കൽ പ്രൊഡക്റ്റൊക്കെ വാങ്ങിപ്പോൾ തുരുമ്പുണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ പുറത്തുനിന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ തുരുമ്പുണ്ടെങ്കിൽ കഴിക്കാനും അതേപോലെ തന്നെ ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ലോക്കാവും. സോ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കുക. ഓൺലൈനാകുമ്പോൾ നമുക്ക് നല്ല പ്രൊഡക്റ്റിൽ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, 7 days റീപ്ലേസ്മെൻറ്റ് പോളിസി ഉണ്ടാവും. ഇനി ഇതിലേക്ക് വെള്ളം ഇൻലെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഓസ് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ബക്കറ്റ് ഇതുപോലെ ആക്കിയിട്ട് ഉപയോഗിക്കാം. ബക്കറ്റ് ഉപയോഗിക്കുന്നതിന് കാരണം ഒന്ന് നല്ല വെള്ളം തന്നെയാണ് പൈപ്പിൽ നിന്ന് വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അധികം പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ നമ്മൾ എത്ര വെള്ളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ബക്കറ്റ് ഉപയോഗിക്കുന്നത്. സ്ഥിരമായിട്ട് ബക്കറ്റ് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ നമുക്ക് ഉപയോഗിക്കാനും കുറച്ചുകൂടെ എളുപ്പമുണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ തോക്ക് അത് പഴയതാണ് കേട്ടോ. പഴയതെന്ന് പറഞ്ഞാൽ പഴയ മെഷീൻ്റെ തോക്കിൻ്റെ ഈ ഒരു ടാപ്പ് പൊട്ടിപ്പോയിട്ട് പ്രഷർ ചേഞ്ച് വന്നിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ലോക്കലി വാങ്ങിച്ച ഒരു 750 വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടൈപ്പ് വരുന്നതാണ്. ആദ്യത്തേൻ്റെത് അതിൻ്റെ ഉള്ളിൽ ഒരു കമ്പിയൊക്കെ വരുന്നതായിരുന്നു. അപ്പോൾ പ്രഷർ വേരിയേഷൻ വന്നത് പൊട്ടി. അതിന് ശേഷം വാങ്ങിച്ചതാണ്. ഏകദേശം ഒരു കൊല്ലം ഉപയോഗിക്കുന്നു. അപ്പം പഴയ മെഷീൻ മോട്ടർ പോയപ്പോൾ ഞാൻ പുതിയൊരു മെഷീൻ വാങ്ങിച്ചു. അത് ഇതിന് യോജിക്കുന്നുണ്ടായിരുന്നു. സോ ആ മെഷീൻ്റെ പുതിയത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ പുതിയ മെഷീൻ്റെത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും മെറ്റീരിയൽസൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ, അതിന് യോജിച്ചതൊക്കെ. അതൊന്നും നിങ്ങൾ ഒരു പേടിക്കണ്ട. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ബോക്സും ഇതിൻ്റെ അകത്ത് ഞാൻ ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ബോക്സ് വരുന്നത്. അപ്പം ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുന്ന മെക്കാനിക്കിൻ്റെ ടാപ്പ്, ഒരു സ്റ്റീലിൻ്റെ നമ്മളെ എന്താ പറയുക, നമ്മൾ ടോയ്ലറ്റിൽ ഫ്ലഷൊക്കെ ഉണ്ടാവില്ലേ, സ്റ്റീലല്ല എന്നാൽ അതിൻ്റെ ഒരു കോട്ടിങ് ഉള്ളത് അതുപോലെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇതൊക്കെ കണ്ടു നിങ്ങൾ, 6 മാസത്തോളം ഞാൻ ഈ പെട്ടി തന്നെ വെക്കുകയാണ്. ഒരു തുരുമ്പോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല വെയ്റ്റ്ലെസ് ആണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി പ്രഷറൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. ഞാൻ ഇതിൽ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ ആ ഒരു നീല ഓസ്, നമ്മളെ പൈപ്പ് വരുന്ന ഇൻലെറ്റ് ഉണ്ടല്ലോ, വെള്ളം വരുന്ന ആ ഇൻലെറ്റ് ഞാൻ പകുതി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നല്ല നീളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാമല്ലോ. ലീക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ മിസ്സായി പോയാലോ, വീട്ടിൽ നിന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ, ഏതെങ്കിലും എങ്ങനെയെങ്കിലും മിസ്സായി പോയാലും നമുക്കിത് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് മുറിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതിൽ വരുന്നത് എന്ന് വെച്ചാൽ ഒരു പാംഫ്ലെറ്റ് വരുന്നുണ്ട്. അതായത് അതിൽ ഇൻസ്ട്രക്ഷൻസ്, അതേപോലെ തന്നെ ഫസ്റ്റ് ഇത് വന്നാൽ എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പാംഫ്ലെറ്റാണ്. അത് ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ടോപ്പ് അസിസ്റ്റൻസ് വരുന്നുണ്ട്. നല്ലൊരു കോംപ്ലിമെൻ്ററി സർവീസാണ് ഇതിൽ. അത് ഞാൻ വാങ്ങിക്കുമ്പോൾ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ രജിസ്റ്റർ ചെയ്തു, ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുണ്ടായിരുന്നു. രജിസ്റ്റർ ചെയ്താൽ നമുക്കൊരു കോംപ്ലിമെൻ്ററി സർവീസ് കിട്ടും. 2999 സർവീസ് തികച്ചും സൗജന്യമായിട്ട് കിട്ടും. 25 കിലോമീറ്റർ വരെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയാലും അവർ എടുത്തുണ്ടോ. ടോയിങ് അവൈലബിൾ ആണ്. അതുപോലെ ബാറ്ററി, ടയർ, ഫ്യൂൽ അസിസ്റ്റൻസ്, ഫ്യൂലിൻ്റെ പൈസ കൊടുത്താൽ മതി, അവർ വാങ്ങിച്ചുകൊണ്ട് തരും. കീ റീപ്ലേസ്മെൻറ്റ്, അങ്ങനെ നമ്മുടെ മെഡിക്കൽ എമർജൻസിയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആംബുലൻസ് അടക്കമുള്ള സർവീസുകൾ എല്ലാം ഇവർ തരുന്നുണ്ട് കേട്ടോ. ഒരു കോംപ്ലിമെൻ്ററി സർവീസാണ്. അത് കിട്ടിയില്ലെങ്കിലും മിഷൻ തന്നെ റോത്താണ്. സോ ഇതൊരു കോംപ്ലിമെൻ്ററി സർവീസായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നതേ ഉള്ളൂ. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. എന്തുകൊണ്ടും മെച്ചപ്പെട്ടുള്ള സർവീസുകളും കാര്യങ്ങളും നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർക്ക് എക്സ്ട്രാ ആപ്പ് ഡൗൺലോഡ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. എക്സ്ട്രാ പെയിൻറ്റിങ്, ഡെൻറ്റ് കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കാനുള്ള ഒരുപാട് ഗ്യാരേജുകളൊക്കെ ആയിട്ട് സപ്പോർട്ടുള്ള ഒരു കമ്പനിയാണ് മെക്കാനിക്ക്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കോഡ് വയറിൻ്റെ ലെങ്ത്ത് കുറച്ചേ ഉള്ളൂ, 2 മീറ്റർ 1.5 മീറ്റർ അങ്ങനെ ഉള്ളൂ. ബാക്കി എക്സ്റ്റൻഷൻ വയർ യൂസ് ചെയ്യാം. ഞാൻ അതിന് എക്സ്റ്റൻഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ ബാക്കിയുള്ള പ്രൊഡക്റ്റോട് നമ്മൾ ഉപയോഗിക്കുന്ന ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഞാൻ ഷാമ്പു ഉപയോഗിക്കുന്നുണ്ട്. ഷാമ്പു നല്ല ചളിയുള്ള സമയത്ത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. വൈറ്റ് വണ്ടിക്കൊക്കെ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് pH ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു ഒക്കെ ആയിരിക്കണം. അധികം കട്ടിയില്ലാത്ത നമ്മുടെ ഹെയറിനൊക്കെ ശ്രദ്ധിക്കുന്നത് പോലെ നമ്മൾ കാറിൻ്റെ pH കാര്യങ്ങളൊക്കെയും അനുസരിച്ചിട്ടുള്ള ഒരു ഷാമ്പു തന്നെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ മിക്കവാറും ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് മോട്ടോവാക്സിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ്. പക്ഷേ ഷാമ്പു കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നി. സോ അതിനെ ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പോൾ 6 മാസത്തോളമായിട്ട് ഉപയോഗിക്കുന്നത് മറ്റൊരു പ്രോഡക്റ്റാണ്. പക്ഷെ ബാക്കിയുള്ള പ്രോഡക്ട്സൊക്കെ ഇതൊരു കിറ്റ് വാങ്ങിച്ചതായിരുന്നു. ഷാമ്പു, കാർ വാഷ് ഷാമ്പു, സ്ട്രിപ്പ് കെയറിൻ്റെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്റ്റാണ്. 10 ലിറ്ററിന് ഏകദേശം 250 ആ ഒരു റേഞ്ചിൽ 300 താഴെ വരുന്ന ഒരു പ്രോഡക്റ്റാണ്. നല്ല പ്രോഡക്റ്റാണ്. ഏകദേശം ഞാൻ പകുതി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം കൈകളുടെ എണ്ണം കൂടുന്തോറും ഞാൻ എപ്പോഴും ഷാമ്പു ഉപയോഗിക്കാറില്ല കേട്ടോ. ഷാമ്പു ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് പിന്നെ 2-3 പ്രാവശ്യം നല്ല ചളിയൊക്കെ ആകുമ്പോൾ ഷാമ്പു ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ക്ലോത്ത്, നല്ലൊരു ക്ലോത്ത് മൈക്രോ ഫൈബർ ക്വാളിറ്റി ഒരു 85-90 GSM ഒക്കെ ഉള്ള പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ഗ്രീസ് ആയതാണ് കേട്ടോ അവിടെ ഒരു കറ കാണുന്നത്. ഇത് കൈയിട്ടിട്ട് ക്ലീൻ ആക്കുന്ന ഒരു എഫക്റ്റ് വേറൊരു പ്രൊഡക്റ്റ് വെച്ചാൽ കിട്ടൂല. സോ നമ്മുടെ കൈയിട്ടിട്ട് പാമ്പ് കൊണ്ട് തന്നെ നമ്മുടെ കൈപ്പത്തി കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലീൻ ആക്കാം. പല സൈഡുകളും ക്ലീൻ ആക്കേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ വേണ്ടി വരും. സോ നമ്മൾ ഷൈനർ ഉപയോഗിക്കാറുണ്ട്. ഷൈനർ കാറിന് അങ്ങനെ ഉപയോഗിക്കാറില്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രൊഡക്റ്റാണ്. കളർ ഫെയ്ഡ് ആവാണ്ടിരിക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഡാഷ്ബോർഡ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടും മോട്ടോവാക്സിൻ്റെ ഈ കിറ്റിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഡാഷ്ബോർഡ് പോളിഷ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ആക്സിസിൻ്റെ ഡാഷ്ബോർഡ് മേലൊക്കെ ഉപയോഗിച്ചാൽ നല്ല വ്യത്യാസം വരും കേട്ടോ. നല്ല കാലമൊക്കെ ഉണ്ടെങ്കിൽ നല്ല തിളങ്ങി നിൽക്കും. ഞാൻ കാണിച്ചു തരാം പ്രൊഡക്റ്റ്. അപ്പം നമ്മുടെ ഡാഷ്ബോർഡ് പോളിഷ് ഇതാണ്. ഇതും ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. കുറച്ച് മതിയാവും. ആ മൈക്രോ ഫൈബർ തുണിയിൽ കുറച്ച് ഇറ്റിച്ചിട്ട് നന്നായിട്ട് തുടച്ചു കൊടുത്താൽ നല്ല ക്ലീനായിട്ട് നിൽക്കും കേട്ടോ. സ്റ്റെയറിങ് ഒരിക്കലും നിങ്ങൾ ക്ലീൻ ആക്കരുത്, ഉരിപ്പും. സോ ഇതിനൊരു ലൂബ്രിക്കേറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. സോ സ്റ്റെയറിങ് ക്ലീൻ ആക്കരുത്, ബാക്കിയൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ക്ലീൻ ആക്കാം. അപ്പോൾ നല്ല പൊടി പിടിച്ചിട്ടുണ്ട് കാറ്. ഷാമ്പു ഞാൻ പകുതി വെള്ളം ഉപയോഗിച്ചിട്ട് സ്പ്രേ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. തോക്കിൻ്റെ ആ ഒരു തമ്പത്തുമൊക്കെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം അത് ഒന്ന് അമർത്തി വെച്ചിട്ട് ഒന്ന് ചെറുതൊന്ന് പിടിക്കൂടി ചെയ്യട്ടോ കേട്ടോ. പ്രഷർ നല്ല വേരിയേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ തെറിക്കും. സോ കഴുകിയതിന് ശേഷം ഷാമ്പു ഇട്ടതിന് ശേഷമുള്ളതാണ് നിങ്ങൾ കാണുന്ന 4 സൈഡും നല്ല ഷാമ്പു ഇട്ടിട്ടുണ്ട്. ഷാമ്പു ഇടുന്നത് കാണിക്കാൻ പറ്റാത്തത് ഞാനേ വീഡിയോ എടുക്കാനുള്ളൂ, അതുകൊണ്ടാണ്. വേറെ ക്യാമറമാനൊന്നുമില്ല, ഞാൻ തന്നെയാണ് ചെയ്തത്. സോ രണ്ടും കൂടി നടക്കാത്തതുകൊണ്ട് അതിന് ശേഷം ഞാൻ കാണിച്ചു തന്നു. താഴെ നോക്കിയാൽ അറിയാം എത്രത്തോളം പതഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇതൊന്നുമല്ല, താഴെ നോക്കിയാൽ മതി. ഞാൻ ക്യാമറ ഒക്കെ എടുത്ത് വരുമ്പോഴേക്ക് പകുതി താഴെ പോയിട്ടുണ്ട്. സോ നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാട്ടർ വെച്ചിട്ട് കഴുകാം. കരയായിട്ട് കഴുകാനൊന്നും ഉണ്ടാവില്ല, ഞാൻ ഉമ്മലത്തിട്ട് കഴുകി വെച്ചതാണ്. അതിന് ശേഷം കരയായിട്ടുള്ള ചളിയൊന്നുമില്ല, പൊടി പിടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ഏകദേശം ആ ഒരു ബോട്ടിലിൽ ഒരു 250 ml ഷാമ്പു ഞാൻ ഈ വണ്ടി ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ വണ്ടി ഏകദേശം ഒന്ന് കഴിക്കാനിട്ടുണ്ട്. അത്യാവശ്യം ടൈമൊക്കെ എടുക്കും കേട്ടോ, എന്നാലും സമയം നമുക്ക് ലാഭിക്കാം. അതേപോലെ തന്നെ നമ്മുടെ കൈക്ക് അലർജിക്കാകുന്ന കാര്യങ്ങളൊക്കെ തുണിയൊക്കെ എടുത്ത് ഇതാക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ വരും ചളിയുള്ള തുണിയൊക്കെ തൊടുമ്പോൾ. അപ്പോൾ അത് ഒഴിവാക്കാം, റെസ്പിറേറ്ററി പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ഇനി ഒന്ന് സാമ്പിൾ ടെസ്റ്റിങ് നമ്മുടെ യൂറിറ്റർ ലോക്കുമേൽ ഒന്ന് കാണിച്ചു തരാം. ലോക്കുമേൽ എത്രത്തോളം പവർഫുള്ളാണ് ഇത് എന്നുള്ളതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചുമ്മാ തള്ളി മറിക്കല്ല, നിങ്ങൾക്ക് കാണാൻ എത്രത്തോളം ക്ലീൻ ആകുന്നുണ്ടത്. രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ നൊഡ്യൂളൊന്ന് തിരിച്ചിട്ട് വലിയ കറകളൊക്കെ വരുന്ന ഭാഗമാകുമ്പോൾ നമുക്ക് പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ട് നൊഡ്യൂളൊന്ന് തിരിച്ചിട്ട് നല്ല ഷാർപ്പാക്കി വെക്കാം. എന്നിട്ടൊന്ന് കാണിച്ചു തരാം. സോ പോയിൻ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കറ പോക്കണ്ടിരിക്കണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. എത്രത്തോളം എഫക്റ്റീവാണ് എന്നുള്ളത് വീഡിയോ തന്നെ കാണുന്നുണ്ടല്ലേ. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ വീഡിയോ തുറന്ന് കാണാം. ഇത് നമ്മുടെ ടാപ്പ് നീല ഹോസ് കണക്ട് ചെയ്യുന്നതാണ്. നീല ഹോസ് ഏകദേശം ഇരട്ടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ 2 മീറ്ററോളം ഉണ്ട്. ഞാൻ മുറിച്ച് വെച്ചതാണ്. ഇത് ടൈറ്റനിങ്ങിൻ്റെ ഒരു ഇതാണ്. ഇത് നമുക്ക് ഇതിൽ തന്നെ കിട്ടുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഹോസ് കണക്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടാപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതേ ഉള്ളൂ. സോ ഇങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് വരുന്നത്.
അപ്പം വെള്ളം നിറഞ്ഞതിന് ശേഷം നമ്മുടെ ഫിൽറ്ററൊക്കെ ഉള്ള ഒരിത് ഈ ഓസ് ഈ ബക്കറ്റിലേക്ക് മുക്കി കൊടുക്കാം. വെള്ളം അത് താഴെയാണെന്നുള്ള ബക്കറ്റിൽ ഇപ്പം താഴെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ മെഷീന് സൗണ്ട് ചേഞ്ച് വരും, അപ്പം വെള്ളം കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം. എന്നിട്ട് അത് താത്തി കൊടുക്കുക. അപ്പോൾ പ്രഷർ റെഡിലേക്കൊക്കെ വരുന്നത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അങ്ങനെ വരുന്നതാണെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. പ്രഷർ വേരിയേഷൻ എന്തെങ്കിലും മടക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് വരിക. അപ്പോൾ മെഷീൻ ഇത് ഇപ്പം ഓണായി വരുന്നേ ഉള്ളൂ. ഒരു ചെറിയൊരു ടൈം വെള്ളം പമ്പ് ചെയ്യും. ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്തൊക്കെ ശരിയാണെങ്കിലും വെള്ളം പമ്പ് ചെയ്യും. ഏകദേശം നല്ല ഇതിപ്പോൾ ഞാൻ കഴുകി കഴിഞ്ഞപ്പോൾ ഉള്ള റിസൾട്ടാണ്. എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ട് എന്നുള്ളത്, എത്രത്തോളം എഫക്റ്റീവാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊന്ന് കാണിച്ചു തരുന്നത്. നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അതിൻ്റെ ചളിയും പൊടിയും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ എത്രത്തോളം മെഷീൻ എഫക്റ്റീവാണ്, ഷാമ്പു എഫക്റ്റീവാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൈക്രോ ഫൈബർ ക്ലോത്ത് നല്ല ആറിയ ഡ്രൈ ആയിട്ടുള്ളത് വെച്ചിട്ട് നമുക്ക് ഇതാക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ കാർ വാഷ് ഷാമ്പു ഇതാണ്, കമ്പനി ഇതാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അപ്പം ഇതെപ്പോഴും ഒരു ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റി വെക്കാം. ഓക്കെ, മാറ്റി വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഷാമ്പു ബോട്ടിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. നമ്മുടെ ഷാമ്പു ബോട്ടിൽ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ തമ്പത്ത് കൊണ്ടുവച്ചിട്ട് അമർത്തി കൊടുക്കാം. ഒന്ന് എൻ്റെ ക്ലോക്ക് വൈസ് ഒന്ന് തിരിച്ചു കൊടുത്താൽ, ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഉള്ളിലേക്ക് കണക്റ്റ് ആവും. ഓക്കെ, അതിൻ്റെ നോബ് മുകളിലുള്ളൊരു നോബുണ്ട്, അതൊന്ന് പൊന്തിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അത് കഴിച്ചെടുക്കാൻ കഴിയും. എന്നാലും നമ്മൾ അതിൻ്റെ ആ ഒരു എൻഡിൽ ഇങ്ങനെ പിടിക്കട്ടോ, പക്ഷേ ഒന്ന് താങ്ങി കൊടുക്കണം. കാരണം ഹൈ പ്രഷറൊക്കെ വന്നു കഴിഞ്ഞാൽ നീങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് ഈ ഷൈനറും പോളിഷൊക്കെ നമുക്ക് ആക്സിസിൻ്റെയൊക്കെ ഡാഷ്ബോർഡിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ, നല്ല വ്യത്യാസം വരും. അപ്പോൾ ഈ ഒരു ഷൈനർ ഇങ്ങനെ സ്പ്രേ ചെയ്താൽ ഒരു വൈറ്റ് ഫോം പോലെയാണ് ഫോം ചെയ്യുന്നത്. ശേഷം നമുക്ക് ഉപയോഗിക്കാം, നല്ല വ്യത്യാസം വരും കേട്ടോ. ഇനിയിപ്പം ഡാഷ്ബോർഡ് പോളിഷ് ഉപയോഗിക്കുന്നതോട് കാണിച്ചു തരാം. നമ്മുടെ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ആ ക്ലോത്തിലേക്ക് ഇങ്ങനെ കുറച്ച് ഇട്ടിച്ച് കൊടുക്കുക, ജസ്റ്റ് റബ്ബ് ചെയ്യുക. അപ്പം ക്ലീൻ ആയിക്കോളും. നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നല്ല ഫ്രഷായിട്ട് വെക്കും, പുതിയതായിട്ട് വെക്കും. നല്ല ലൂബ്രിക്കേറ്റിംഗ് എഫക്റ്റ് കൂടി ഉണ്ട്.